സേതുവിന് മുട്ടയിറച്ചി ഉണ്ടെങ്കിലേ പറ്റൂ. കുട്ടിക്കാണെങ്കിൽ പച്ചക്കറി. ഇതെങ്ങനെയാ ശരിയാവുക? ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സേതുട്ടൻ പച്ചക്കറി മാത്രമേ കഴിക്കൂ. പച്ചമീനും ഇറച്ചിയൊക്കെ കണ്ടാലേ ഞാൻ ഛർദിക്കും. അയ്യോ. അപ്പോ ഇവളേതോ ബ്രാഹ്മിൻ ഫാമിലി. എന്താ സേതുട്ടാ, നമുക്ക് പച്ചക്കറി മാത്രം മതി അല്ലേ? പോരാ, നീ ഇല്ലാണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നപ്പോ ടീച്ചറുടെ കൈകൊണ്ട് നല്ല ഇറച്ചിയും മീനും ഒക്കെ സ്റ്റൈലായിട്ട് വെച്ച് കഴിച്ച് അങ്ങനെ ഒരു ശീലായി പോയേ. അപ്പോ മീനും മുട്ട ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിലേ ചോറ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങലോന്നുണ്ടോ? ഉണ്ട്. ഞാൻ വൈകുന്നേരം മാർക്കറ്റിൽ പോയി നല്ല 2 മീൻ വാങ്ങിച്ചോണ്ടിരാം. എന്റെ മോള് നന്നായിട്ട് വെട്ടിക്കഴുകി നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറുത്തരച്ച് പറ്റിച്ച് നല്ല സ്റ്റൈലായിട്ട് വെക്കണം. പിന്നെ കുക്കിങ്ങിനെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അതിനെ വേറെ ആളെ നോക്കണം. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ? വെറുതെ എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ? മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾ ഇതൊന്നും വെക്കണ്ട. സേതുവിന് അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. കഴിക്കൂ. ഇങ്ങനെ ബ്രാൻഡി അടിച്ചിട്ട് ഈ കായലിന്റെ നടുക്ക് വെയിലെത്തിരിക്കാൻ നല്ല സുഖമല്ലേ? നമ്മൾ രണ്ടാളും കൂടി സ്മോൾ അടിച്ച കാര്യം നീ ആരോടെങ്കിലും പറയോ? ഏയ് ഗോവിന്ദൻ മാഷ് ഞാനും കൂടെ എന്തോരം വെള്ളം അടിച്ചേക്കുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ നിന്നെ വിശ്വസിക്കല്ലേ? എത്ര വേണമെങ്കിലും. പിന്നെ സ്ത്രീ വിഷയത്തിൽ എങ്ങനെ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. സുനന്ദ ടീച്ചറായിട്ട് എങ്ങനെ? മാഷിനോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, പക്ഷെ തന്നെ കാണുമ്പോഴൊക്കെ സുനന്ദ ടീച്ചറുടെ മുഖം മാറുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സുനന്ദയ്ക്ക് എന്നോട് ഹൃദയം തുറന്ന സ്നേഹമാണ്. പക്ഷെ ആ കശ്മലൻ കണ്ണൻ മാഷ പേടിച്ചിട്ടാ എന്നോടത് കാണിക്കാത്തത്. സുനന്ദയ്ക്കെന്നല്ല, ഏത് പെൺകുട്ടിക്കും ഒറ്റ പ്രാവശ്യം കണ്ട എന്നോട് ഇഷ്ടം തോന്നും. അതെന്റെ കുറ്റാണ്. എന്റെ വൈഫായിട്ട് താൻ ലക്ഷ്മിക്കുട്ടി അറിയോന്ന്? അങ്ങനെ ചോദിച്ചാ ഈ കായലിൽ ഇവിടെ താഴെ അറിയോ? ഇല്ല. ഒരു 7 ആള് താഴ്ച വരും. ഇവിടുന്ന് നിന്നെ പൊക്കി എടുത്തിട്ടാലേ ഇട്ടാ എനിക്ക് നീന്താറിഞ്ഞൂടാ. അതെന്റെ ഭാഗ്യം. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ചോദിക്കുന്നതിന് സത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് ലൂണെ കയറേണ്ടി വരില്ല. സത്യം പറ, ലക്ഷ്മിക്കുട്ടി അറിയോ? അറിയാം. എങ്ങനെ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. മാഷിന്റെ വൈഫല്ലേ? സത്യം സത്യം, എന്നെ സത്യത്തോട്ട് ഭഗവാനാണ് സത്യം. എന്നെ തള്ളലെ വെള്ളത്തിൽ തള്ളലെ. അപ്പോ ഇവനും അല്ല. എന്നാ നമുക്ക് പോകാം. പോവാലോ? വേറൊന്നുമല്ല, എനിക്കൊരു ചെറിയ മൂത്രശങ്ക പോലെ. അല്ലെങ്കിൽ ഇത് മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ? പിന്നെ ഇവിടെ തന്നെ തുഴഞ്ഞ് കൂടുതൽ നേരം വേണമെങ്കിലും. എവിടുന്നോ ഒരു പെണ്ണ് വന്ന് കേറുക, അവള് വീട്ടമ്മയായിട്ട് വിലസുക, ഇതൊക്കെ കയ്യും കെട്ടി നോക്കിയേക്കാന്ന് പറഞ്ഞ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഗതി വഷളാകും. പീടിവലിയും കള്ളോടിയും അസാരം കൂടുന്നുണ്ട്. എനിക്കിതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. നിവർത്തിയില്ല അച്ഛാ, ഗോമതിയോട് പറയന്നെ. അയ്യോ എന്റെ ഭഗവതി, എന്തൊരു നോട്ടാത്! പാശ കളഞ്ഞിട്ടൊന്ന് കഞ്ഞി കുടിക്കുക ചെയ്തിട്ടാ. നല്ല നെല്ലുത്തരിയുടെ കഞ്ഞിയാ. അയ്യോ, കട്ടിൽ കിടന്ന് ഉറങ്ങിക്കളയല്ലേ. എനിക്ക് തറയിൽ കിടന്ന് ഉറങ്ങി ശീലമില്ലെന്ന് അറിയാലോ. 2 പേർ കൂടി കിടക്കാൻ ഈ കട്ടിൽ പോരാനും. ഒരു ഡബിൾ കോട്ട് വാങ്ങണം. പുറത്ത് കിടക്കണ്ട കേട്ടോ, നല്ല മഞ്ഞുണ്ട്. പിന്നെ ഗോവിന്ദ ടീച്ചർ കണ്ടു വെച്ചാ എന്താ വിചാരിക്കുക? പതുക്കെ. മാഷേ, സോറി, ഇന്ന് ക്ലാസ് വേണ്ട.
താൻ എന്ത് പണിയെ കാണിക്കുന്നത്? ആ പുഷ്കരം പേടിച്ച് പനി പിടിച്ച് കിടപ്പാ. എത്ര ചോദിച്ചിട്ടും കാരണം എന്താണെന്നിട്ട് പറയുന്നില്ല. അപ്പോഴേ എനിക്ക് പിടി കിട്ടി താൻ തപ്പി കൊടുത്തിട്ടുണ്ടാവുന്നു. എന്തിനുള്ള പുറപ്പാടാടോ? നിങ്ങൾക്കത് പറയാം. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് നിൽക്കണേ. ഉള്ള സത്യം മുഴുവൻ ആ ഗോമതി ടീച്ചറോട് പറഞ്ഞിട്ട് ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാൻ ആലോചിക്കാം. ആ കുറെ കാലമായാലും ഇതും പറഞ്ഞ് എന്നിട്ട് പേടിപ്പിക്കുന്നു. എന്നാ ചെന്ന് പറ. ഇനി ഇപ്പൊ ഒടയതമ്പര നേരിട്ട് വന്ന് ഉള്ള സത്യം മുഴുവൻ പറഞ്ഞാലും ടീച്ചർ വിശ്വസിക്കും തോന്നില്ല. അത്രയ്ക്ക് വിശ്വാസം ലക്ഷ്മിക്കുട്ടി മാഷയൊക്കെ അവർക്ക്. പ്രസവത്തിന് മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സന്തോഷം ആ പാവത്തിന്. കഷായം ഉണ്ടാക്കലും തേച്ചു കുളിപ്പിക്കലും ഡോക്ടറെ കാണിക്കലും ഒന്നും പറയണ്ട. ഇക്കണക്കിന് പോയാ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സ്കൂള് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന എനിക്ക് തോന്നണേ. തന്റെ ഒരു മാതിരി തൊലി കാണുമ്പോഴേ എനിക്ക് മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഒന്ന് ബോൾഡായിട്ട് നിക്കടോ, ഞങ്ങളൊക്കെ ഇല്ലേ? ഓ നല്ല പാർട്ടീസാണ്. അന്ന് പാതിരാക്കി ഞാൻ അവിടെ വന്ന് കെഞ്ചി പറഞ്ഞല്ലേ, ഇന്നേ ദിവസം വരെ ആ ലൈനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അപ്പൊ അതല്ല, സ്വന്തം തടി കേടാവാതെ നോക്കണം അല്ലേ? പതുക്കെ പറ. എന്തിനു പതുക്കെ കേൾക്കണം? ഓരോ നിമിഷവും ഞാനിവിടെ ശ്വാസം മുട്ടിയാ കഴിയണേ. ചില നേരത്ത് അവളുടെ ഓരോ നമ്പർ കാണുമ്പോ ചെപ്പക്കിട്ട് ഒറ്റ പൊട്ടിക്കലോ കൊടുക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേ കേട്ടോ, ഈ കളി ഇനി ആദ്യം തുടർന്നുകൊണ്ടോ എന്നെ കിട്ടത്തില്ല. ഞാനേ ഒരു ആൾ മാറാട്ടം, എന്റെ മുമ്പിൽ വേറെ മാറാട്ടം എന്ന് വെച്ചാൽ എന്റെ പൊന്ന് സേതു, ഉടനെ ചാടി പുറപ്പെട്ട് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കാൻ പറ്റുമോ? താനങ്ങോട്ട് വിട്ടോ. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങൾ പുറകെ വരാം. എപ്പോ വരും? ഉടനെ. എന്ന് വെച്ചാ ഒരു 5:30 വന്നിട്ട് താൻ നോക്കിക്കോ. ഞങ്ങൾ ഈ പാർട്ടി ഒന്ന് നേരിട്ട് കാണട്ടെ. കണ്ടിട്ട് കണ്ടിട്ടെന്താ, ഞാനും സുനന്ദയും കൂടെ യൂണിയൻ ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കാച്ചും. അവള് ടീം അവളുടെ സകല കള്ളിയും പൊളിച്ചടക്കി ടാറ്റ പറയിപ്പിച്ച് പാഴ്സലാക്കി തരാം. അറിയാലോ എന്നെ? ആ നിനക്ക് മിക്സിയല്ലേ ഇനി വേണ്ടത്? മുകളിലാണ്. വരും. ആ ദാ ഇവിടെ ചോദിച്ചോളൂ. മിക്സി വേണമായിരുന്നു. ഏതിനാ? മീനു മിക്സ് മതി. ദാ നോക്കൂ, അസലായിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടി, ദാ ഇത് നോക്കൂ. ഈ ടൈപ്പ് അല്ല ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നോക്കാം. ഇത് വേണ്ട കേട്ടോ, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. വരൂ. ഒരു കിലോ ഓറഞ്ച്. എത്ര? 10 രൂപ. പോട്ടെ എത്തി. വരൂ നമുക്ക് പോവാം. ഫർണിച്ചറുടെ പോണ്ടേ? പോകാം, കയറിക്കോളൂ. ദാ വരണു. വരൂ. എന്താ, വേറൊന്നും വാങ്ങാനില്ല? ഇല്ല. പോയിക്കോളൂ. നീ എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല. വല്ലാതെ വേർക്കുണ്ടല്ലോ. ഒരു തലച്ചിട്ടില്. ഡോക്ടറെ കാണണോ? വേണ്ട, സാറില്ല. വേഗം പോ. വേഗം വിട്ടോളൂ. സേതോട്ടം വന്നിട്ട് ഏറെ നേരമായോ? താക്കോൽ വേണമെങ്കിൽ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു സേതോട്ടിനൊന്നും ഇഷ്ടാവില്ല, എന്തിനാ ടീച്ചറെ വെറുതെ ബുദ്ധിമുട്ടിച്ചെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയുമെന്ന്. നമ്മൾ ബുദ്ധിമുട്ടുണ്ടാ? ആ പണിക്കാരി തള്ളടെ കൊടുത്തേക്കായിരുന്നില്ലേ? അവരൊന്നും വന്നിട്ടില്ല. മോഹൻലാലിന്റെ സിനിമ ഇറങ്ങണ ദിവസം അവരെ നോക്കണ്ട. എത്ര? സംസാരിച്ചെന്ന് സമയം കളയേണ്ട. സാധനങ്ങളൊക്കെ താഴെ തിറക്കി വെച്ചിട്ടാ വണ്ടി പറഞ്ഞു വിട് സേതോട്ടാ. അല്ല, ഇത്രയൊക്കെ ആ എമൗണ്ട് കൂടി എന്നുള്ള പേടിയാ. സേതു ലക്ഷ്മിക്കുട്ടിയോട് പറഞ്ഞതിനേക്കാളും കുറവേ വന്നിട്ടുള്ളൂ. മൊത്തം 6500 രൂപയായിട്ടുള്ളൂ. അതിൽ 1000 രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 6 or 7 തവണകളായിട്ട് അടച്ചു തീർത്താ മതി. അല്ല,
അല്ല 1000 രൂപ ടീച്ചറുടെ കയ്യിൽ നിന്ന്. ആ നാണക്കേടൊന്നും വിചാരിക്കണ്ടേ, ഞാൻ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. അയ്യോ, ഈ മാസം ശമ്പളത്തിന് പിടിച്ചാ അത് വേണച്ച സേതു. നമ്മൾ ചിട്ടി പിടിച്ച കാശും കൊണ്ട് അമ്മാവൻ അടുത്താഴ്ച ഇങ്ങോട്ട് വരുമല്ലോ. നിന്റെ അമ്മാവന്റെ. ആ ലക്ഷ്മിക്കുട്ടിക്ക് വഴിയിൽ വെച്ചൊരു തലച്ചിട്ടിലുണ്ടായി. സാരില്ല, അത് ഈ അലച്ചിലും വെയിലും കൊണ്ടാ. ഇപ്പൊ എന്നെ നോക്കിയേ, ഒരു കുഴപ്പമില്ല. എന്താ സേതുട്ടാ? ഗർഭിണിയോ മാറാരോഗ്യോ വട്ടോ എന്ത് പണ്ടാറാണോ കർത്താവേ. എന്തെറ്റി സേതുട്ടാ? അല്ല, പുറത്തൊരു കുഴപ്പം കാണുന്നില്ലല്ലോ. ആ ഞാൻ ഇത്തിരി കാപ്പിക്ക് വെള്ളം വെക്കട്ടെ. ആ മോക്ക് കാപ്പിയോ ചായയോ? രണ്ടും വേണ്ട. ഹോർലിക്സ് ഇട്ട് ഒരു ഗ്ലാസ് പാല് കിട്ടിയാൽ മതിയായിരുന്നു. ആരല്ലോ അയ്യടാ, ഹോർലിക്സ് കുടിക്കുന്നത് ചളക്ക്. ഈ ലോഡിന്റെ കൂട്ടത്തില് ഹോർലിക്സോ ബോൺവിറ്റോ ബൂസ്റ്റോ എന്താന്ന് വെച്ചാൽ മേടിച്ച് കലക്കി കുടിക്കാറില്ലേ? ആ പാവം തള്ളയെ ബുദ്ധിമുട്ടിക്കുന്നതിനാ. പണ്ട് വിടും മാഷേ, ഇല്ലെങ്കിൽ വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. ചെല്ല്. അയ്യോ, ഇവിടെ ഗ്യാസ് അടുപ്പ്, അവിടെ കുറെ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങി നിരത്തി വെക്കണം. ഇവിടെ ഫ്രിഡ്ജ് തൽക്കാലം വേണ്ട. ഇവിടെ ഒരു കർട്ടൻ, ഇവിടെ ഒരു കർട്ടൻ, ഇവിടെ ഒരു കർട്ടൻ. ലൈറ്റ് കളർ ആയിരിക്കണം, അപ്പോഴേ ചന്ത ഉണ്ടാവുള്ളൂ. പിന്നെ ബെഡ് ഒരു ഡൺലപ്പ് വാങ്ങണം, അത് നാളെ തന്നെ വാങ്ങണം. പിന്നെ ഒരു കളർ ടി വി അവിടെ ബെഡിൽ കിടന്നുകൊണ്ട് ടി വി ആണല്ലോ അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? നമ്മുടെയോ? അതറിഞ്ഞിട്ടായിരിക്കണമല്ലോ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ആദ്യം ഞാൻ കരുതി സ്വപ്നമായിരിക്കുമെന്ന്. അത് സത്യമാണെന്നറിഞ്ഞപ്പോ എന്ത്, എവിടെ, എങ്ങനെ വട്ടുപിടിക്കുന്നൊരവസ്ഥയെ. ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഈ കൈയൊന്നും അമർത്തിയല്ലേ നീ ഈ കളിച്ചത് മുഴുവൻ പാഴായി പോവും. അതിനൊന്നും ഒട്ടും മടിയില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കണേ. അതൊന്നും നിനക്കോ നിന്നിങ്ങോട്ട് അയച്ചവർക്ക് വലിയ പിടിയുണ്ടാവില്ല. ഭീഷണിയാണോ മാഷേ? അത്രയ്ക്കൊന്നും നീ ഇല്ല. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നെങ്കിലേ ഇന്ന് എന്റെ മുമ്പിൽ നീ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞതൊക്കെ ഒരു കൊച്ചു പെണ്ണിന്റെ കളിതമാശയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെന്തിനാ അന്ന് എന്നെ കണ്ടപ്പോ പേടിച്ചോടിയത്? എന്തിനാ മാഷേ ജാടയൊക്കെ? ഇപ്പൊ പോലും നിങ്ങളുടെ നെഞ്ച് പടപടപടാന്നിരിക്കണത് എനിക്ക് കേൾക്കാലോ. അധികം വിളഞ്ഞോണ്ടല്ലോ പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ആ വരട്ടെ വരട്ടെ, പോലീസ് വരട്ടെ. എന്നിട്ട് വേണം ഈ സേതുമാഷി ഇന്ന് പഴയ മാത്തുട്ടീനെ പുറത്തെടുക്കാൻ. ആ തെരുക്കൂത്തുകാരുടെ പിപിയും വായിച്ചുകൊണ്ട് കിടന്ന മാത്തുട്ടീനെ ഗോമതി ടീച്ചർക്ക് അറിയില്ല, എനിക്കറിയാം. കഥയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കണേ. കാര്യണ്ട്. മിടുക്കി, ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ആണായിട്ട് നടന്നിട്ട് എന്താ കാര്യം മോളെ? അങ്ങനെ നിന്നെ ഞാൻ വിടില്ല. കൊറേ ദിവസമായി നിന്നെ ഞാൻ നോട്ടോട്ട് നിന്നെ എന്റെ കൈ കിട്ടില്ല. വാതിൽ പറഞ്ഞിട്ട് സേതുട്ടൻ സുനന്ദ ടീച്ചർ ഇരിക്കൂട്ടോ, ഞാൻ ദേ വരുന്നു. സുനന്ദ ടീച്ചറോ? അതെങ്ങനെ ഇവർക്ക് മനസ്സിലായത്? കണ്ണമാഷ്ക്ക് അതിശയം തോന്നുന്നുണ്ടോ? ഒക്കെ എനിക്കറിയാം. ഓരോ കത്തിലും നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങള് സേതുവേട്ടൻ എനിക്ക് എഴുതുമായിരുന്നു. ഒന്നിച്ചു കണ്ടപ്പോ കക്ഷികളാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിന്ന് കൂട്ടിക്കോളൂ. എന്നാ ഞങ്ങൾക്കൊക്കെ ഒരിയിലെ ചോറ് തരണേ. ആ അതിഥികൾ വന്നാലൊന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞൂടെ സേതുവേട്ടന്? ഇരിക്കൂട്ടോ, ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. പക്ഷേ എനിക്കറിയാം ഇതൊക്കെ അവളുടെ അഭിനയമാണ്, നാടകമാണ് എന്നൊക്കെ അല്ലേ നീ പറയാൻ വരുന്നത്. ഞാൻ ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിലെങ്ങും കാണാത്തത്ര ക്രിമിനലാണ് നീ. കുരിശും ചുമന്ന് നടക്കുന്ന ചെകുത്താൻ. പരനാറി. അന്ന് ഈ പെണ്ണിന്റെ ഫോട്ടോ തന്നെ വേണം നിർബന്ധം പിടിച്ചപ്പോഴേ എനിക്കറിയാം. ഞാൻ പറയുന്നത് മതി മതി, ഇനി ഇവിടെ നിന്ന് കുഴപ്പമുണ്ടാക്കണ്ട. ടീച്ചർ വരുന്നതിന് സ്ഥലം വിടാം. പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ചെവി നുള്ളിക്കോ. ഞാൻ വയറ് നിറഞ്ഞു. താങ്ക്സ്. വാ.
അവര് പോയോ? ചായ